നമ്മൾ കൊച്ചിയിലേക്ക് തന്നെ പോകുന്നു. എൻ രാമചന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ ഇടപ്പള്ളിയിൽ ശ്മശാനത്തിൽ 12 മണിക്കാണ് സംസ്കാരം നടക്കുക. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള മനുഷ്യരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. വലിയൊരു സൗഹൃദ വലയമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരാൾ. ആ നിലയ്ക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളും നിരവധിയുണ്ട്. അവരൊക്കെയും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രി പി രാജീവ് സഹോദരനും സഹോദരിയും ഭാര്യയുമൊക്കെയായി സംസാരിക്കുകയാണിപ്പോൾ. MP ഹൈബി ഒപ്പം വിശദാംശങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമനും റിയയും ചേർന്നുണ്ട്. ശ്യാമിലേക്ക് ശ്യാം, അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും വലിയ ജനാവലിയാണല്ലേ? മോത്തി, തീർച്ചയായിട്ടും വലിയൊരു ജനാവലി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഭാര്യ, അതോടൊപ്പം തന്നെ മക്കൾക്ക് മുമ്പിൽ മന്ത്രി പി രാജീവ്, അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, CPM ജില്ലാ സെക്രട്ടറി സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവരെ ആശ്വസിപ്പിക്കുക. മക്കളെ കണ്ട് മന്ത്രിയും അതോടൊപ്പം തന്നെ മേയർ M അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നിരവധിയായിട്ടുള്ള നാട്ടുകാർ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിലെ രാമചന്ദ്രൻ്റെ മൃതദേഹം 2 ദിവസം മുമ്പാണ് കൊച്ചിയിലെത്തിച്ചത്. കൊച്ചിയിലെത്തിച്ചപ്പോൾ തന്നെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും ഈ ചങ്ങമ്പുഴ പാർക്കിൽ മൃതദേഹം എത്തിച്ചു. ഇപ്പോൾ മൃതദേഹത്തിന് മുന്നിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ് മന്ത്രിയും മറ്റ് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ. കൂടാതെ AK ശശീന്ദ്രൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഗവർണർമാരായിട്ടുള്ള അർലേക്കർ, അതോടൊപ്പം തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഈ ബന്ധുക്കളെയും മറ്റുമൊക്കെ സമാശ്വസിപ്പിച്ചാണ് മടങ്ങുന്നത്. കൂടാതെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. ഒരു കണ്ണീർ കടൽ പോലെ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. കാരണം ഈ ഒരു വാർത്ത ആദ്യം കേരളം ശ്രവിച്ചപ്പോൾ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ്. കാരണം ഒരു ഭീകരവാദികളുടെ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെടുക സ്വാഭാവികമായിട്ടും ഏറെ വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്തയിൽ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടേക്ക് ഒഴുകിയെത്തുന്നതും